യോഗ്യത യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത. അബ്രഹാമിന്റെ ദൈവം വിശ്വസ്തനല്ലോ, സൗഖ്യമാക്കുന്നു. ദാനിയേലിന്റെ ദൈവം വാക്കുമാറാത്തു, ഹന്നായുടെ ദൈവം കണ്ണുനീർ മാറ്റും. ദാനിയേലിന്റെ ദൈവം വാക്കുമാറാത്തു, ഹന്നായുടെ ദൈവം കണ്ണുനീർ മാറ്റും. രാത്രിയിലുള്ള കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത. ദൈവത്തിന്റെ അഭിഷേകങ്ങൾക്കും പ്രിയപ്പെട്ട ദൈവജനത്തിനും വേഗം വരുന്ന ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹം. വളരെയധികം സന്തോഷത്തോടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതിന് രണ്ട് കാരണങ്ങളാണ്. വളരെ അപ്രതീക്ഷിതമായിട്ടാണ്, ഞാൻ പോലും ധ്യാനിച്ച സന്ദർഭത്തിലാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, എൻ്റെ കൂട്ടുതാമസിയുടെ പപ്പ, ഞങ്ങൾ വളരെ നാളുകൾ പ്രാർത്ഥനയോടുകൂടി വിഷയം വെച്ച് പ്രാർത്ഥിക്കുന്നതായിട്ടുള്ളൊരു കാര്യമാണ് പപ്പയുടെ മാനസാന്തരം. വളരെ മാറ്റമുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞപ്പോൾ, ഇവിടെ പ്രാർത്ഥനയ്ക്ക് കടന്നു വരണമെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ ആ ക്ഷണം സ്വീകരിച്ചു. അതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന പുള്ളിയുടെ മാനസാന്തരത്തിന് ആവശ്യമായിരിക്കുന്നു, വിടുതലിന് ആവശ്യമായിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന ആ കാര്യത്തിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ഞാൻ ഇവിടുന്ന് പോയിട്ട് ഇന്ന് ഏതാണ്ട് 10 മാസത്തോളമായി. ഡിസംബർ മാസം 20-ാം തീയതിയാണ് ഞാൻ ഇവിടുന്ന് യാത്ര തിരിച്ചത്. ഞാൻ സൗത്ത് ആഫ്രിക്കയിലല്ല, വെസ്റ്റ് ആഫ്രിക്കയിലെ ബെനിൻ എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യത്താണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഇന്ത്യക്കാരൊക്കെ വളരെ കുറവുള്ള, ജസ്റ്റ് വിസിറ്റേഴ്സ് മാത്രം കടന്നു വരുന്ന ഒരു രാജ്യമാണത്. ഫ്രഞ്ച് സ്പീക്കിംഗ് കൺട്രിയാണ്. അവിടെ ആണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഭൗതികമായ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദൈവം എന്നെ വളരെയധികം അനുഗ്രഹിച്ചു. എനിക്ക് ഒരിക്കലും അർഹതയില്ലാത്ത പോലെ എൻ്റെ കർത്താവിനെ അനുഗ്രഹിച്ചു എന്നുള്ളത് നിസ്സംശയം എനിക്ക് പറയാനായിട്ട് പറ്റും. 400 പേർ ജോലി ചെയ്യുന്നതുകൊണ്ടൊരു ഫാക്ടറിയിൽ ഇൻചാർജ് മാനേജറായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. പലപ്പോഴും അതിനൊന്നും യോഗ്യതയുള്ളവരായിരുന്നില്ല ഞാൻ. ഫ്രഞ്ച് സ്വല്പം അറിയാമെന്നുള്ളതല്ലാതെ യാതൊരു യോഗ്യതയും എനിക്കില്ലായിരുന്നു. പക്ഷെങ്കിൽ അത്ഭുതകരമായി പറയട്ടെ, ജോസഫിനെ വിളിച്ച് രാജ്യസഭയിൽ നിർത്തിയതുപോലെ കമ്പനിയുടെ ഡയറക്ടേഴ്സിന് എന്ന സ്ഥാനത്തേക്ക് അപ്പോയിൻമെൻറ്റ് ചെയ്യുവാൻ ദൈവം അവർക്ക് പ്രേരണ കൊടുത്തു എന്നുള്ളതാണ് വാസ്തവം. അതിന് ചില പ്രതിസന്ധികൾ എനിക്കുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, എനിക്കും ആ ജോലിയെക്കുറിച്ച് ഒരു വ്യക്തതയുമില്ല. രണ്ടാമത്, ഈ 400 പേരെ ട്രെയിൻ ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു ജോലിയുമായിരുന്നു. പക്ഷേ അതിൻ്റെ 50% എനിക്ക് സക്സസ് ആക്കുവാനായിട്ട് പറ്റി. അതുകൊണ്ട് തന്നെ ഡയറക്ടേഴ്സിന് വളരെയധികം കോൺഫിഡൻസ് ഇതിൽ ഉണ്ടാകുവാനായിട്ട് സാധിച്ചു. അങ്ങനെ കമ്പനിയുടെ ഒരു ദൗത്യമായിട്ടാണ് ഞാനിവിടെ ഇന്ത്യയിലേക്ക് വന്നത്. വ്യാഴാഴ്ച ഞാൻ കടന്നു പോവുകയാണ്. ചില മദ്രാസ്, കോയമ്പത്തൂർ, മംഗലാപുരം തുടങ്ങിയ സ്ഥലങ്ങളിൽ വിസിറ്റ് ചെയ്തതിന് ശേഷം ദൈവം അനുവദിക്കുന്നതാണെങ്കിൽ തിരിച്ച് ഒന്നുകൂടെ വരാനായിട്ട് പറ്റും, അല്ലെങ്കിൽ വിദേശത്തേക്ക് അതുവഴി അങ്ങ് പോവുകയും. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയാണ് എൻ്റെ ബലം. ആത്മീയ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്വല്പം ശോചനീയമായ അവസ്ഥയാണ്. കാരണം യാതൊരുവിധ ആരാധനയെ ലഭിക്കാത്ത ഒരു സ്ഥലമാണത്. കത്തോലിക്കര് വിരളമായിട്ടുണ്ടെങ്കിൽ തന്നെ മുസ്ലിം കൺട്രീസാണ്.
അവിടെ എൻ്റെ ആരാധന എന്ന് പറയുന്നത് സത്യത്തിൽ ഞാൻ ഇരിക്കുന്ന ഓഫീസും വീടും ഒക്കെയാണ് എൻ്റെ ആരാധനാ സ്ഥലം. പലപ്പോഴും ദാനിയേലിനെ പോലെ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാനായിട്ടാണ് എൻ്റെ. ഞാൻ സത്യത്തിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾ വളരെ ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവതികളാണ്. കാരണം ഈ പ്രാർത്ഥന കിട്ടുന്നതായിട്ടുള്ള അവസരം നിങ്ങൾ ഒരിക്കലും തള്ളിക്കളരുത്. ഞാൻ വളരെ വിനയത്തോട് അപേക്ഷിക്കുകയാണ്. ഇതിൻ്റെ വില വളരെ വലുതാണ് എന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയ കാര്യമാണ്. ഞാൻ പലപ്പോഴും അവിടെ പ്രാർത്ഥിക്കുന്നത്, ഞാനിങ്ങനെ ആദ്യം ബൈബിളൊക്കെ വായിച്ച് ചിന്തിക്കും. ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ഈ ഹാളിലേക്ക് കടന്നു വരും. ദേവദാസന്മാരുടെ പ്രസംഗം കേൾക്കുന്ന പോലെ ഞാൻ ചിന്തിക്കും. അവിടെ ഇരുന്ന് ദൈവം എനിക്ക് ആലോചന പറഞ്ഞു തരും. അഭിഷേകത്താൽ ഞാൻ കയറിയും ബൈബിളൊക്കെ വായിക്കുന്നു, പഠിക്കുന്നു. 24 മണിക്കൂർ എനിക്ക് ജോലി ചെയ്യേണ്ട അവസരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഏതാണ്ട് 18 മണിക്കൂറോളം വർക്ക് ചെയ്യുന്നു. അതിനുള്ള ആരോഗ്യം, ആയുസ്സും എനിക്ക് ദൈവം തരുന്നു. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് മലേറിയയുടെ ഭാരത്താൽ വിഷമിച്ചു. എന്നാൽ എനിക്ക് സാധാരണ എൻ്റെ കൂട്ടുകാസിക്ക് അറിയാം, അവിടേക്ക് ആയിരിക്കുന്ന സമയത്ത് എനിക്ക് ട്രിപ്പിട്ടാലേ എനിക്ക് മലേറിയ കുറയത്തുള്ളൂ. പക്ഷെ ജസ്റ്റ് ഒരു ഗുളിക കഴിച്ചുകൊണ്ട് എൻ്റെ മലേറിയ മാറുവാനും, ഒരു ദിവസം പോലും കഠിനമായ മലേറിയയുടെ സന്ദർഭത്തിലും എനിക്ക് ജോലിക്ക് പോകാൻ ഇരിക്കത്തക്കവണ്ണമുള്ള ക്ഷീണം എനിക്ക് വന്നില്ല. ദൈവസഭയുടെ പ്രാർത്ഥന അതിനെ വളരെ കൈത്താങ്ങലായിരുന്നു എന്നുള്ളത് വളരെ വാസ്തവമാണ്. പലപ്പോഴും എന്നെ ഇത്രത്തോളം ആക്കി നടത്തിയത് പ്രിയപ്പെട്ട ജോസഫ് പാസ്റ്ററും ജോലി പാസ്റ്ററുമാണ്, ദൈവജനമാണ്. എന്നെ സ്നേഹിക്കുന്ന ഒരു വലിയ വിശ്വാസ സമൂഹം ഇവിടെ ഉണ്ടെന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസം 17-ാം തീയതി ഞായറാഴ്ചയാണ് ഞാൻ ആദ്യമായിട്ട് ഈ സഭയിലേക്ക് കടന്നു വരുന്നത്. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല എൻ്റെ ജീവിതത്തിൽ ഇതുപോലെയുള്ള മാറ്റം വരും എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. വളരെ ഭാരത്താലും വിഷമത്താലുമാണ് ഞാനിവിടെ കടന്നു വരുന്നത്. സാമ്പത്തിക പ്രതിസന്ധികളെ ഉപരി മാനസികമായ ചില വിഷമതകൾ എന്നെ അലട്ടിയിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട വിൽസൺ ബ്രദർ എന്നെ ഇവിടേക്ക് ക്ഷണിച്ചപ്പോൾ എൻ്റെ മനസ്സിന് ഇത്രയും തോന്നിയുള്ളൂ, അവിടെ ഒന്ന് പോകാം, ഏതായാലും ഇനി രക്ഷയില്ല ജീവിതത്തിൽ. എന്നാലും പ്രിയപ്പെട്ട വിൽസൺ ബ്രദർ വിളിച്ചതല്ലേ, ഒന്ന് പോയിരിക്കാം എന്നുള്ള ഒരു ജസ്റ്റ് ഒരു ഇൻവിറ്റേഷൻ കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ആരാധനയിലേക്ക് കടന്നു വന്നത്. ഇവിടെ വന്നപ്പോൾ പ്രിയപ്പെട്ട ജോസഫ് പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. 10 മിനിറ്റിനുള്ളിൽ ദൈവാത്മാവനിലേക്ക് ഇടപെട്ടു. എന്നിലേക്കൊന്ന് നോക്കുവാനായിട്ട് എൻ്റെ ദൈവം എന്നോട് ആത്മാർത്ഥമായി ചോദിച്ചു. എൻ്റെ തെറ്റുകളെ കാണുവാൻ, എൻ്റെ കുറവുകളെ കണ്ടെത്തിയുവാൻ എൻ്റെ ദൈവം എന്നെ പ്രേരിപ്പിച്ചു. ഞാൻ എൻ്റെ ജീവിതത്തിൽ അതുപോലെ കരഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവർ. ഇത്രയും കണ്ണുനീർ കണ്ണിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ 42 വർഷത്തോളം ഒരു മർത്തോമക്കാരനായിട്ട് ജീവിച്ചവനാണ്. ആരാധനയിൽ പങ്കെടുത്തവനാണ്. സൺഡേ സ്കൂൾ അധ്യാപകനായിരുന്നു. പല വിധത്തിൽ ആത്മീയമായി ഞാൻ ജീവിച്ച ഒരു വ്യക്തിയാണ്. ലാസ്റ്റ് സമയത്തൊക്കെ ഞാൻ പലപ്പോഴും തെറ്റിപ്പോയി. എന്നാൽ തന്നെയും ഇത്രത്തോളം ആത്മാർത്ഥമായി എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിച്ചത് ഇവിടുത്തെ ഈ ആരാധന നിമിത്തമാണെന്നുള്ളതിന് വളരെ വാസ്തവമാണ്. 17-ാം തീയതി ഞാൻ കടന്നു വന്നു. അത്ഭുതമെന്ന് പറയട്ടെ, സെപ്റ്റംബർ മാസം 28-ാം തീയതി വെള്ളിയാഴ്ച സ്നാനപ്പെട്ട് ഞാൻ സഭയുടെ അംഗമായി തീരുവാനായിട്ട് എൻ്റെ ദൈവം എന്നെ സഹായിച്ചു എന്നുള്ളത് വളരെ വാസ്തവമാണ്. 3 മാസമാണ് എനിക്ക് നിങ്ങളൊപ്പം ഈ ആരാധനയിൽ പങ്കെടുക്കുവാനായിട്ട് സാധിച്ചത്. പക്ഷേ ഒരിക്കൽ പോലും ക്ഷീണിച്ചു പോകാതെ, തളർന്നു പോകാതെ, എൻ്റെ ദൈവത്തിൻ്റെ കൃപയിൽ, അവൻ്റെ കൽപ്പനയിൽ ആശ്രയിച്ച് ജീവിപ്പാനായിട്ട് എൻ്റെ ദൈവം എന്നെ വഴി നടത്തിയത് നിങ്ങളുടെ പ്രാർത്ഥനയാണ്, ആരാധനയുടെ ബലമാണ്. തീർച്ചയായിട്ടും ഞാൻ എനിക്ക് തന്നെ അത്ഭുതമാണ് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലൊരു മാറ്റം എന്നിൽ ഉണ്ടാകുമെന്ന് ഞാൻ പോലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ആ സമയത്ത് ദൈവം എന്നിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ് വളരെ വാസ്തവം. ഞാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ വഴികളും വാതിലുകളും എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി തുറന്നു. ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ എന്നെ അങ്ങോട്ട് വിടും, പിന്നെ ഇങ്ങോട്ട് വിടും. പല രാജ്യങ്ങളിലേക്ക് വിസയൊക്കെ എടുത്തു. എന്നാലും ഞാൻ ദൈവത്തോട് ദൈവമേ, എന്തായിരിക്കും ലാസ്റ്റ് എൻ്റെ പൊസിഷൻ? ഞാൻ പോലും വിചാരിക്കാത്ത നിലയിൽ എന്നെ പാർട്ടിയുടെ മാനേജറാക്കി എടുത്തു വെക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് വളരെ വാസ്തവമാണ്. ഇപ്പോഴവർ പറയുന്ന പല പ്രൊജക്റ്റുകളൊക്കെ എന്നെ ഏൽപ്പിക്കാനായിട്ട് അവർക്ക് ആഗ്രഹമുണ്ട്.
പല കൺട്രീസിനുകൾ, ഐവറി കോസ്റ്റ് തുടങ്ങിയ രാജ്യത്തൊക്കെ വളരെ നല്ല രീതിയിൽ ഇതുപോലുള്ള ഫാക്ടറീസ് ഓപ്പൺ ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അതിൻ്റെ എല്ലാം ചുക്കാൻ പിടിക്കാനായിട്ട് അവരെ എന്നെ ഏൽപ്പിക്കാൻ പോകുന്നു എന്നറിവ് കിട്ടി. അതുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും ദൈവകൃപ വ്യാപരിപ്പാൻ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ക്ഷണിക്കുകയാണ്. ഒപ്പം 2-3 റിക്വസ്റ്റ് ഉള്ളത് എനിക്ക് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ അനുഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞു. ആരുമില്ല എനിക്ക് സഹായത്തിനായിട്ട് ആത്മീയതയിൽ. പക്ഷേ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അതുകൊണ്ട് എനിക്കുള്ള റിക്വസ്റ്റ്, എൻ്റെ അപേക്ഷ ഇത്രയേ ഉള്ളൂ. മാക്സിമം കിട്ടുന്ന ആരാധനകളിലെല്ലാം നിങ്ങൾ പോകണം. ഞാൻ അതിൻ്റെ വില ഇന്ന് അറിയുന്നുണ്ട്. സത്യം ഞാൻ പറയാം. ഞാനിന്ന് ജോബി ബ്രദറിനോട് പറയുകയായിരുന്നു, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. കാരണം നിങ്ങൾക്ക് ഏത് സമയത്തും ഈ മഹത്തായ ആരാധനയിൽ പോകുവാനുള്ള സന്ദർഭവും സാവകാശമുണ്ട്. അതുകൊണ്ട് ആരും മടിച്ചിരിക്കാതെ ഈ ദൈവ കൃപയിലായിരിക്കാൻ തക്കവണ്ണം നമ്മൾ പോകണം. എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം, ഓരോ പ്രാർത്ഥനയും ഓരോരുത്തരുടെ മെസ്സേജും ഓരോ ക്ലാസ്സുകളാണ്. അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പഠിക്കാനുണ്ട്. അതിൽ നമ്മൾ ജീവിതത്തെ സ്വീകരിക്കുവാനുണ്ട്. അതുകൊണ്ട് ഉപേക്ഷ വിചാരിക്കാതെ എല്ലാ പ്രാർത്ഥനാ കൂട്ടത്തിലും എല്ലാവരും പോയി പങ്കെടുക്കണം ഞാൻ അപേക്ഷിക്കുകയാണ്. രണ്ടാമതായിട്ട്, പല മേഖലകളിൽ നമ്മൾ ആരാധനയുടെ വിത്തുകൾ പാകിയിട്ടുണ്ട്. അതിനെ ഓർത്ത് എല്ലാ ദൈവമക്കളും ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചിട്ട് ഫലമുണ്ടോ എന്ന് നിങ്ങൾ നോക്കണ്ട. ഇന്നലെ ജോജി പാസ്റ്റർ പറഞ്ഞ പോലെ നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കടമയും കർത്തവ്യവും നമ്മൾ പ്രാർത്ഥിക്കുക. ഫലം തരുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. അതുകൊണ്ട് മടി കൂടാതെ നമ്മൾ പ്രാർത്ഥിക്കുക. ഉദാഹരണത്തിന് മേട്ടൂരിലെ ഏതാണ്ട് 1 വർഷത്തോളമായി പ്രാർത്ഥന അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട്, പ്രിയപ്പെട്ട ഞാൻ പറയാം, ഒരുപാട് ജീവിതങ്ങളെ ദൈവം സന്ദർശിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ദേശമാണ് ഞങ്ങളുടെ ദേശം. ആ സ്റ്റാർട്ടിംഗ് ടൈമിൽ ജോസഫ് പാസ്റ്ററിൻ്റെ നേതൃത്വത്തിൽ ഞാനും സണ്ണി പാസ്റ്ററും മാമിശൻ ബ്രദറും അതുപോലെ വിൽസൺ ബ്രദറും ഭവനങ്ങളൊക്കെ സന്ദർശിച്ചു. ഞങ്ങളോട് പറഞ്ഞു മാക്സിമം ഭവനങ്ങൾ കയറണമെന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ഞങ്ങളുടെ സ്വന്തം ദേശമായിട്ട് ഞങ്ങൾക്ക് രാവിലെ മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ കയറാൻ പറ്റിയത് 6 ഭവനങ്ങളാണ്. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ധകാരത്താൽ, രോഗത്താൽ, പ്രതികൂലങ്ങളാൽ വലയപ്പെട്ട് കിടക്കുന്നതായിട്ടുള്ള ഭവനങ്ങൾ. 1 മണിക്കൂറല്ല, 1 മാസം പോലും ഇരുന്നാലും തീരത്തില്ല അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുവാനായിട്ട്. പലർക്കും ഈ കെട്ട് പൊട്ടിച്ച്, അന്ധകാരത്തിൻ്റെ പ്രതികൂലത്തിൻ്റെ ഈ കെട്ടുകളെ പൊട്ടിച്ച്, പാരമ്പര്യത്തിൻ്റെ കെട്ടുകളെ പൊട്ടിച്ച് പുറത്തു വരുവാനായിട്ട് വളരെ ആഗ്രഹമുണ്ട്. എന്നാൽ സാധിക്കാതെ അന്ധകാരത്തിൽ തന്നെ കിടക്കുകയാണ്. വിളഞ്ഞ് കിടക്കുകയാണ്, വിളനിലമില്ല. കൊയ്ത്തിന് നമുക്ക് ആളെ വേണം. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനങ്ങളിൽ എൻ്റെ രണ്ടാമത്തെ റിക്വസ്റ്റ് ഇതാണ്. നിങ്ങൾ കഴിവതും ഞങ്ങളുടെ പ്രാർത്ഥനയെ ഓർത്ത്, വടശ്ശേരിയിൽ നടക്കുന്നതായിട്ടുള്ള പ്രാർത്ഥന ഓർത്ത്, എല്ലാ മേഖലകളിലും നടക്കുന്നതായിട്ടുള്ള പ്രാർത്ഥന ഓർത്ത് നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കണം. കഴിവതും ആൾക്കാർ അതിലേക്ക് കടന്നു വരണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. മൂന്നാമതായിട്ട്, നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളെ ദൈവ വഴിയിൽ നടത്തുവാനായിട്ട് പ്രാർത്ഥിക്കണം. ഞാനിവിടെ ഇത് കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. വാക്യങ്ങളൊക്കെ കേട്ടപ്പോൾ സഭയെ മുൻപോട്ട് നയിക്കുവാന്, സഭയെ വളർത്തുവാന്, ജനത്തെ നയിക്കുവാന് ഇവിടുന്ന് അനേക ജോസഫുമാരും ജോജിമാരും ഉണർത്തിരുന്നേൽക്കേണ്ട കാലം വരുമോ. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. സഭയ്ക്ക് കൈത്തനങ്ങൾ കൊടുക്കുവാന്, സമൂഹത്തിൽ ഇറങ്ങിച്ചെന്ന് ദൈവത്തിൻ്റെ സുവിശേഷം അറിയിപ്പാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. അതിന് നമ്മൾ ഒരുങ്ങണം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ദൈവഭാഗത്തേക്ക് കടന്നു വന്നപ്പോൾ എൻ്റെ ഭവനത്തിലെ വളരെ മാറ്റം സംഭവിച്ചു. എൻ്റെ കൂട്ടുദാസിക്ക് മാറ്റം സംഭവിച്ചു. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് മാറ്റം സംഭവിച്ചു. നിങ്ങളുടെ മുമ്പ് വെച്ച് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുക എൻ്റെ മൂത്ത മോനെ കുറിച്ചാണ്. എൻ്റെ അലമോൻ ഇതുവരെ ഞാൻ വഴക്ക് പറയേണ്ട ആളുണ്ട്, അവന് വന്നില്ല ഈ 1 വർഷക്കാലം. എനിക്ക് വളരെ സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. കാരണം എന്തുവാ, ഞാൻ ഗുണപ്പെട്ടു, ഞാൻ നന്നായി. എൻ്റെ ജീവിതത്തിൻ്റെ പല കുറവുകളെയും കണ്ടെത്തി തിരുത്തുവാൻ തയ്യാറായപ്പോൾ
എൻ്റെ കുഞ്ഞുങ്ങളുടെ പാവങ്ങൾ മാറി, എൻ്റെ കൂട്ടുദാസിക്ക് സന്തോഷം വന്നു, എൻ്റെ ചുറ്റുപാടുകൾക്ക് അത് വിടുതൽ വന്നു എന്നുള്ളത് വളരെ വാസ്തവം. അതുകൊണ്ട് സമൂഹത്തിനും സഭയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒപ്പം തന്നെ നമ്മുടെ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി, പ്രിയപ്പെട്ട ദൈവദാസന്മാരുടെ കൃപയ്ക്ക് വേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം. അഭിഷേകത്താൽ അവരെ നിറപ്പാൻ, ജനത്തെ ധീരതയോട് നയിപ്പാൻ, സഭയെ വളർത്തുവാൻ, വലിയ ദൈവകൃപ അവരിൽ വ്യാപരിപ്പാൻ, ക്ഷീണിച്ചു പോകാതെ കഴുകനൊക്കെ പോലെ ചിറകടിച്ചുയർന്ന് ദൈവസന്നിധിയിൽ ജനത്തിന് വേണ്ടി നിൽപ്പാൻ, ഹല്ലേലൂയ, എല്ലാവരും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. ഒപ്പം എൻ്റെ ഭൗതികമായ അനുഗ്രഹത്തേക്കാൾ ഉപരി എനിക്ക് വേണ്ടത് എൻ്റെ അഭിഷേകമാണ്. ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി എന്നെ സമർപ്പിക്കുക. എന്നിലുള്ള അതിൻ്റെ കുറവുകൾ, എന്നുള്ള സ്വഭാവത്തിൻ്റെ വൈകല്യങ്ങൾ, എൻ്റെ കുടുംബ പാരമ്പര്യത്തിൻ്റെ ദോഷങ്ങൾ എല്ലാം കഴുകിക്കളഞ്ഞ് ദൈവസന്നിധിയിൽ ഒരു പൂർണ്ണനായി തീരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവസഭയുടെ പ്രാർത്ഥന ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം കൂടെ പറയുകയാണ്. ഈ സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ 124 സങ്കീർത്തനത്തിൽ പറഞ്ഞതുപോലെ എനിക്ക് മതേ ഉള്ളൂ എന്നെക്കുറിച്ച് പറയുക. ഞാൻ ഇരുപത്തിനാലാമത്തെ വാക്യം, 1-ാമത്തെ വാക്യം, 24 സങ്കീർത്തനം 1-ാമത്തെ വാക്യം. 24-ാം സങ്കീർത്തനം. ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ. യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ. ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ്, യഹോവ എൻ്റെ പക്ഷത്ത് ഇല്ലായിരുന്നുവെങ്കിൽ സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ, ഞാൻ ഈ ലോകത്തിൽ കാണപ്പെടത്തില്ലായിരുന്നു. ഈ ആരാധന വരികയെന്നല്ല, ഞാൻ ഈ ലോകത്തിൽ നിന്ന്, കാരണം ജീവിതത്തെ മടുത്ത ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് യഹോവ എൻ്റെ പക്ഷത്ത് ഇല്ലായിരുന്നുവെങ്കിൽ, എൻ്റെ ദൈവം തന്ന വിടുതലിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും, അവന് വേണ്ടി എൻ്റെ ജീവിതത്തെ സമർപ്പിക്കും. ദൈവമല്ലാതെ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കുറവുകളെയും നികത്തി ഒരു ദൈവ പൈതലായി തീരുവാൻ, ഒരു പൂർണ്ണനായി തീരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒപ്പം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുദാസിയുടെ പപ്പയ്ക്ക് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പപ്പയുടെ വിടുതലാണ് ദേശത്തിനൊരു വിടുതൽ. കാരണം പലരും ജീവിതത്തെ നോക്കി വിധി പറഞ്ഞിട്ടുണ്ട്. അവന് മരണം മാത്രമേ ഇനിയും ബാക്കിയുള്ളൂ എന്ന് എഴുതി വിധി പറഞ്ഞ് വെച്ചിരിക്കുന്ന ഞങ്ങളുടെ ദേശത്ത് നിന്റെ പ്രിയപ്പെട്ട ദാസന്റെ ഒരു വിടുതൽ ദൈവ മഹത്വത്തിന് കാരണമാണ്. അതുകൊണ്ട് ദൈവസഭ ഒന്നടങ്കം ഞങ്ങളുടെ പ്രിയപ്പെട്ട പപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രാർത്ഥനയിൽ വല്ലപ്പോഴും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ എളിയ സാക്ഷ്യം വിരമിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.